ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിസ്ത കുനാഫ പുഡിംഗ് കേക്കാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം മറ്റൊരു ബൗളെടുത്തിട്ട് ഒരു 4 മുട്ട എടുത്ത് അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ്. അത് 1 ടീസ്പൂണോളം അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അതിനുശേഷം ഇതിനകത്തേക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കേക്ക് തയ്യാറാക്കാനായിട്ട് 8 ഇഞ്ചിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലിട്ടിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം പിസ്താഷ്യോയും പിന്നെ വേണ്ടത് നട്ട്സുമാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പൊടിച്ചെടുത്ത കൂട്ടിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടറും പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തേക്ക് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്നത് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുനാഫയുടെ ഡോ എടുത്തിട്ട് കുനാഫ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക.
അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ട് കുനാഫ ഡോ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ചു വച്ചിരിക്കുന്ന പിസ്താഷ്യോൻ്റെ മിക്സ് എടുത്തിട്ട് ഈ കുനാഫ ഡോയിലേക്ക് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രീൻ കളർ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1/4 കപ്പോളം പാലാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1 കപ്പ് പാലെടുത്തിട്ട് 3 ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടത് പിസ്തയുടെ എസൻസ് ആണ്. അതും ഒരു 2-3 ഡ്രോപ്സ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് തിളക്കണമെന്നില്ല, ചെറിയൊരു ചൂടിൽ നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കേക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് ഒരു പീസിൽ നിന്ന് പിന്നെയും നമുക്ക് 2 പീസായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കേണ്ട വന്നിട്ടുണ്ട്. പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള ലെയറും കൂടി ഇതിൻ്റെ സൈഡിലേക്ക് ഒന്നും കൂടെ ശരിയാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് എടുത്തിട്ട് ഈ സ്പഞ്ചിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം സോക്ക് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം എല്ലായിടത്തേക്കാകുന്ന രീതിയിൽ അത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുനാഫ പിസ്ത മിക്സ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഈ മിക്സിന് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുഡിങ്ങിൻ്റെ ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ കമൻസിലൂടെ വിവരങ്ങൾ അറിയിക്കുക. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ശേഷം പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ നട്ട്സും കൂടി പൊടിച്ചിട്ട് അതും ഇതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കതും കൂടി ഇതിനകത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ക്രീം ബീറ്റ് ചെയ്തത് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പുഡിങ്ങാണ്. പിസ്തായും പിന്നെ നമ്മുടെ കുനാഫെ ഡോയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എന്നെ കമൻസിലൂടെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്താഷ്യോ പൊടിച്ചതാണ്. അത് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പുഡിങ്ങിൻ്റെ താഴെ വെച്ചിരുന്ന പിസ്ത കുനാഫയുടെ മിക്സ് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ട് ഒന്ന് ഇതിനകത്തേക്ക് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുവിലൊന്ന് വെച്ചതാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.